ഏവർക്കും ഓണാശംസകൾ. ഓണവിഭവങ്ങളുടെ കൂടെ ഒരു ചേന കൊണ്ടാട്ടം കൂടി ആയാലോ? അതിനായി 1/2 കിലോ ചേന തൊലി കളഞ്ഞ് മുറിച്ച് കനം കുറഞ്ഞ കഷ്ണങ്ങളാക്കണം. അതിനുശേഷം ചേന നീളത്തിൽ അരിയണം. അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നല്ല വൃത്തിയായി വെള്ളമൊഴിച്ച് ചേന കഴുകണം. വൃത്തിയായി കഴുകിയതിന് ശേഷം വെള്ളം കളഞ്ഞ് ചേന കഷ്ണങ്ങൾ മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അടുത്തത് നമുക്ക് ഈ ചേനയിലേക്ക് ചേർക്കാനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർക്കാം. അതിനുശേഷം ഒരു നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കണം. അവസാനമായി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഈ മസാല ഇളക്കി യോജിപ്പിക്കുക. വെള്ളം കുറവുണ്ടെങ്കിൽ അല്പം വെള്ളം നമുക്ക് ചേർത്ത് മസാല ഒരു പേസ്റ്റ് പരുവത്തിൽ ആക്കാം. ഈ മസാലയിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ച ചേന കഷ്ണങ്ങൾ ചേർക്കാം. ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതിനാൽ അത് സാവധാനത്തിലാണ് ഇളക്കേണ്ടത്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അങ്ങനെ മസാല ചേനയിലേക്ക് നല്ല രീതിയിൽ തിരുമ്മി യോജിപ്പിക്കുക. ഇത് 15 മിനിറ്റ് നേരം നമുക്ക് മസാല പിടിക്കാനായി മാറ്റി വയ്ക്കാം. അതിനുശേഷം വറുക്കുന്നതിന് തൊട്ട് മുൻപ് 2 ടീസ്പൂൺ അരിപ്പൊടിയും 1 ടീസ്പൂൺ കോൺഫ്ലോറും ചേർത്ത് ഇത് നന്നായി ഇളക്കാം. ഇത് നമ്മുടെ കൊണ്ടാട്ടത്തിന് നല്ല ക്രിസ്പിനെസ് വരാൻ സഹായിക്കും. അതിനുശേഷം ചട്ടി ചൂടാക്കി സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിക്കാം. എണ്ണ ചൂടായതിന് ശേഷം ചേന കഷ്ണങ്ങൾ ഇതിലേക്ക് മെല്ലെ ചേർക്കാം. ഒരു സൈഡായി എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇത് മറിച്ചിടാം. മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് വറുത്ത് കോരാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള അത്രയും ചേന നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു വിഭവമാണിത്. നമ്മൾ സദ്യ കഴിക്കുന്നതിനിടയിൽ ഒരു കൊണ്ടാട്ടമൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നമുക്കൊരു ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് വേപ്പിലയും കൂടെ ഇതിൽ മൊരിച്ചെടുക്കാം. ചേന കഴിക്കാത്ത കുട്ടികളൊക്കെ ഈ കൊണ്ടാട്ടം തീർച്ചയായിട്ടും കഴിക്കും. അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. ഓണവിഭവങ്ങളുടെ കൂടെ ക്രിസ്പിയായ കൊണ്ടാട്ടം കൂടി ആകുമ്പോൾ സദ്യ സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.